ബഹുമാന്യരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും സശ്രദ്ധം മനസ്സിലാക്കി അവ പരിഗണിച്ചും അവക്ക് മുന്തിയ സ്ഥാനം നൽകിയും നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തണം. അതാണ് തഖ്വ. ഇപ്രകാരം തഖ്വ ശീലിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഒരു മാസക്കാലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് സവിശേഷമായി നിശ്ചയിച്ചു തന്നിട്ടുള്ളത്. അതുകൊണ്ട് തഖ്വയുടെ പാഠങ്ങളെ അവഗണിക്കാതെ തഖ്വയുടെ പ്രാധാന്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ സ്വഭാവചര്യകളും ഇടപാടുകളും കൊള്ളക്കൊടുക്കുകളും പോക്കുവരവുകളും ബന്ധങ്ങളും ഇണക്കവും പിണക്കവും ചെറുതും വലുതും രഹസ്യവും പരസ്യവുമായ മുഴുവൻ കാര്യങ്ങളും ക്രമീകരിക്കുവാൻ ഓരോ നിമിഷവും ശ്രദ്ധിക്കണം എന്ന് എന്നോടെന്ന പോലെ നിങ്ങളോട് ഓരോരുത്തരോടും ഈ പരിശുദ്ധ മുഹൂർത്തത്തിൽ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. സർവശക്തനായ നാഥൻ തഖ്വ ചെയ്യേണ്ട ക്രമപ്രകാരം തഖ്വ കൈക്കൊണ്ട് ജീവിക്കുവാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിൽ അള്ളാഹുവിന്റെ വജ്ഹ് കാംക്ഷിച്ചുകൊണ്ട് ശാരീരികവും സാമ്പത്തികവുമായി നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പടച്ചവൻ നമ്മളിൽ നിന്ന് സ്വീകരിക്കുമാറാവട്ടെ. പരിശുദ്ധ റമദാനിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള ഒരു റമദാനിൽ ഇസ്ലാമിക ചരിത്രത്തിൽ സംഭവിച്ച, അതിന് ശേഷം പിന്നീട് ലോക ചരിത്രത്തിൽ തുല്യതയില്ലാതെ നിലനിൽക്കുന്ന മഹത്തായ ഒരു സംഭവമാണ് ബദർ എന്ന് പറയുന്നത്. ഒരു യുദ്ധം എന്ന നിലക്ക് ബദറിനെ നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ വിശ്വാസികളുടെ ഭാഗത്ത് നിന്ന് ഒരു 14 പേരും എതിർചേരിയിൽ നിന്ന് ഒരു 70 പേരും അവ 70 പേരുടെയും ജീവൻ നഷ്ടപ്പെട്ട, ഏകദേശം അത്ര തന്നെ ആളുകളെ ബന്ധികളാക്കി പിടിച്ച, നമ്മുടെ നാട്ടിലൊക്കെ ഒരു മിനി ബസ് മറിഞ്ഞാൽ സംഭവിക്കുന്ന അത്യാഹിതത്തിന് സമാനമായ ഒരു സംഭവം എന്ന് പറയാവുന്ന സ്വഭാവമേ ഒരു യുദ്ധം എന്ന നിലക്ക് പരിശോധിച്ചു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുകയുള്ളൂ. പക്ഷെ അതിന്റെ ഒരു പശ്ചാത്തലം, അതിലേക്ക് വിശ്വാസി സമൂഹത്തെ കൊണ്ടെത്തിച്ച സാഹചര്യം, ആ വിശ്വാസി സമൂഹത്തെ ഉന്മൂലനം ചെയ്യാൻ അന്നത്തെ പ്രബലമായ ശത്രു വിഭാഗം നടത്തിയിട്ടുള്ള മുന്നൊരുക്കം, ഈ വശങ്ങളെല്ലാം കൂടി നമ്മൾ കാണുമ്പോൾ അസാധാരണമായ ഒരു വലിയ ത്യാഗം വിശ്വാസി സമൂഹം അവിടെ നടത്തിയതായിട്ട് കാണാൻ കഴിയും. അതൊരു ത്യാഗം മാത്രം, ആ ഒരു ത്യാഗം കൊണ്ട് മാത്രമല്ല, റഹ്മാനായ റബ്ബിന്റെ ഭാഗത്തു നിന്നുള്ള നേർക്കുനേരെയുള്ള സഹായം, വല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. ബദറിന്റെ കാര്യങ്ങൾ പറയുന്നതിനിടക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ ഒരു പ്രസ്താവന നടത്തുന്നുണ്ട്. അല്ലാഹു അവന് ഉദ്ദേശിച്ചവരെ, അവന്റെ സഹായത്തിന് അർഹരായവരെ, അല്ലാഹു അവൻ ഉദ്ദേശിച്ചവരെ അവന്റെ സഹായം കൊണ്ട് ഫലപ്പെടുത്തും. അപ്പൊ ഇസ്ലാമിക ചരിത്രത്തിൽ അങ്ങനെ ഒരു സംഭവം നടന്ന് ഏതോ ഒരർത്ഥത്തിൽ അതിന്റെ ഒരാണ്ട് നമ്മളുടെ സമൂഹത്തിലും ഇപ്പോഴും ആചരിച്ചു വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മളെ ബദർ
യുദ്ധത്തിൽ പങ്കാളിത്തം വഹിച്ച ആ മഹാന്മാരായ ആളുകളുടെ ജീവിത സംസ്കാരത്തിലേക്ക് ചേർത്തു നിർത്തുകയാണോ, അതല്ല അതിൽ നിന്ന് പിന്നെയും പിന്നെയും പുറകോട്ട് നയിക്കുകയാണോ ചെയ്യുന്നത്? ഈ കൊണ്ടാടലുകളും അനുഷ്ഠാനങ്ങളും ഒക്കെ എന്ത് ഫലമാണ് സൃഷ്ടിക്കുന്നത്? അത് വേറെ പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. അതിനെ ചുറ്റിപ്പറ്റി ഒരുപാട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും പല ഘട്ടങ്ങളിലും ഷിർക്ക് ബിദ്അത്തുകളും വരെ സംഭവിച്ചു പോകുന്നുണ്ട് എന്ന് അതേപറ്റി ചിന്തിച്ചാൽ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ അല്ലാഹുവിനെ തഖ്വ ചെയ്ത് ജീവിക്കുന്ന ആളുകൾക്ക് യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ എന്ന് ആഹ്വാനം ചെയ്യുന്ന ഈ തഖ്വയുണ്ടല്ലോ, അല്ലാഹുവിനെ നിങ്ങൾ തഖ്വ ചെയ്ത് ജീവിക്കണം എന്ന് പറയുന്ന ആ തഖ്വ, നമുക്ക് ആ തഖ്വയിലൂടെ ഒരു ഫുർഖാൻ, ജഅലക്കും ഫുർഖാനൻ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മുത്തഖിക്കും ഒരു ശരിയും തെറ്റും മാറ്റുരച്ച് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഉരക്കല്ല് അവനിൽ ഉണ്ടാക്കി തീർക്കും എന്ന് പറയുന്നുണ്ട്. ആ തഖ്വ തന്നെയാണ് ഈ റമളാനുമായി ബന്ധപ്പെടുത്തിയും അല്ലാഹു പറയുന്നത്. ലഅല്ലക്കും തത്തഖൂൻ എന്ന് പറയുന്ന തഖ്വയെ സംബന്ധിച്ച് തന്നെയാണ് ഈ പറയുന്നത്. അത് ഏതോ അപൂർവക്കാർക്ക് പറഞ്ഞ കാര്യമല്ല, മുഴുവൻ വിശ്വാസികൾക്കും നിർദ്ദേശിക്കപ്പെട്ട സംഗതിയാണ്. ഏത്? ഒരു ഉരക്കല്ല് നമ്മളിൽ തന്നെ ശരി തെറ്റുകൾ വേർതിരിച്ച് വിവേചിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു മാനദണ്ഡം, സത്യാസത്യങ്ങൾ വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു മാനദണ്ഡം നമ്മളിൽ ഓരോരുത്തരിലും സൃഷ്ടിക്കപ്പെടുമെന്നാണ് ഈ പറയുന്നതിന്റെ അർത്ഥം. അതെങ്ങനെ സൃഷ്ടിക്കപ്പെടും? ജീവിതത്തിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം എന്നൊരാൾ തീരുമാനിച്ചു, ഓരോ കാലടിയും അതനുസരിച്ച് ഞാൻ മുന്നോട്ട് വെക്കൂ എന്ന് തീരുമാനിച്ചു, ഏതൊക്കെ കാര്യങ്ങളിലാണ് അവന്റെ ഇഷ്ടം എന്ന് തിരിച്ചറിഞ്ഞ് ആ ഇഷ്ടമുള്ള അവൻ ഇഷ്ടപ്പെട്ട വഴി ബോധപൂർവം തെരഞ്ഞെടുത്ത്, ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അവന്റെ അനിഷ്ടം സമ്പാദിക്കാൻ ഇടവരിക, ആ അനിഷ്ടം സമ്പാദിക്കാൻ ഇടവരുന്ന കാര്യങ്ങൾ ഓരോന്നിലും ഏതൊക്കെയാണ് എന്ന് മനസ്സിലാക്കി അതിൽ നിന്ന് ബോധപൂർവം അകന്ന് ഇങ്ങനെ നിലകൊള്ളുക. ഇംതിസാലു അവാമിരില്ലാഹി തആല വജ്തിനാബു അൻ നവാഹീഹി, അള്ളാഹുവിന്റെ കൽപ്പനകൾ പ്രവൃത്തിപഥത്തിൽ കൊണ്ടുവരികയും അവൻ നിരോധിച്ചത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. ഈ ഒരു നിലപാടിലൂടെ ഒരു സത്യവിശ്വാസി മുന്നോട്ടു പോകാൻ തുറന്ന മനസ്സോടെ തീരുമാനിച്ചാൽ അയാളുടെ മുന്നോട്ടുള്ള പോക്ക് പുരോഗമിക്കുന്ന മുറക്ക് ശരിതെറ്റുകളിൽ അദ്ദേഹത്തിന് സ്വന്തം നിലക്ക് തന്നെ ഒരു ഉരക്കല്ല് അയാളിൽ സൃഷ്ടിക്കപ്പെടുമെന്നാണ്, ഒരു ബോധം സൃഷ്ടിക്കപ്പെടുമെന്നാണ്. ഇതെനിക്ക് നല്ലതല്ല, അല്ലെങ്കിൽ ഇന്നത് അതെനിക്ക് പറ്റൂല, അത് നമ്മുടെ കുടുംബത്തിന് ചേർന്നതല്ല, ആ വഴിയുള്ള വരുമാനം നമ്മൾ ഇതുവരെ സ്വീകരിച്ച വരുമാനത്തിലൂടെ കൂട്ടിക്കലർത്തുന്നത് സൂക്ഷ്മമല്ല, അതുകൊണ്ട് അതെനിക്ക് വേണ്ട, ഈ വഴിയെ ഞാൻ മുന്നോട്ട് പോകില്ല, മറ്റേ ബന്ധം അത് തുടരാൻ പറ്റില്ല, ഈ ഇടപാട് അത് നമുക്ക് പറഞ്ഞതല്ല. ഇങ്ങനെ ഒരു ഉൾവിളി ഓരോരുത്തരിലും ഉണ്ടാകുമെന്നാണ്. ഈ ഉൾവിളി വികസിക്കുന്ന മുറക്ക് ഓരോരുത്തരിലും ഈ ഉൾവിളി ഓരോ ഡയറക്ഷനിലല്ല, കാരണം എല്ലാവരും ഒരൊറ്റ കേന്ദ്രത്തിലാണ്. അത് ഈ ബദറിനെ പറ്റി പറയുന്നിടത്ത് അള്ളാഹു നടത്തിയ ഒരു പ്രയോഗമുണ്ട്, അത് നമ്മൾ സവിശേഷം മനസ്സിലാക്കേണ്ട പ്രയോഗമാണ്. قد كانت لكم آية في فئتين التقتا فئة تقاتل في سبيل الله وأخرى كافرة يرونهم مثليهم رأي العين والله يؤيد بنصره من يشاء إن في ذلك لآيات لأولي الأبصار. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, സൂറത്തു ആൽ ഇംറാനിന്റെ ഏതാണ്ട് തുടക്കത്തിൽ തന്നെ നിങ്ങൾക്ക് കാണാം, സൂറത്തു ആൽ ഇംറാനിലും സൂറത്തുൽ അൻഫാലിലും ബദറിന്റെ അവലോകനങ്ങൾ പല സ്വഭാവത്തിൽ വന്നിട്ടുണ്ട്. അത്രയും പ്രധാനപ്പെട്ട ഒരു സംഭവം എന്ന നിലക്ക് അത് വിശകലനം നടത്തി ഒരുപാട് പാഠങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല, അത് ഈ ബദറിന് മാത്രമല്ല, ഓരോ യുദ്ധം കഴിഞ്ഞാലും അല്ലാഹുക്ക് ഒരു അവലോകനമുണ്ട്. ആ അവലോകനത്തിലൂടെ തിരുത്തേണ്ടത് എന്താണോ അതിനെ തിരുത്തുന്നുണ്ട്, പ്രോത്സാഹിപ്പിക്കേണ്ടത് എന്താണോ അത് എടുത്തു പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്, മുന്നറിയിപ്പും താക്കീതും നൽകേണ്ട കാര്യങ്ങൾ, ഭാവിയിൽ കരുതൽ വേണ്ട വിഷയങ്ങൾ ഏതാണോ അതിനെ സംബന്ധിച്ച ആ കരുതലുകളിലേക്കുള്ള ഉണർത്തലുകളുണ്ട്. ആ കൂട്ടത്തിലെ ഒരുപാട് പ്രസ്താവനകളുണ്ട്, നമ്മൾ ഓരോന്നും വെവ്വേറെ വിശകലനം ചെയ്ത് പഠിക്കേണ്ടതാണ്. അതിലെ ആ വിശകലനത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു സൂക്തമാണിത്. ഖദ് കാന ലക്കും ആയത്തും ഫീ ഫിഅത്തൈനി ഇൽതഖത.
അന്ന് ഈ രണ്ട് സംഘങ്ങൾ ഒരുമിച്ച് കൂടിയല്ലോ, ആ രണ്ട് സംഘങ്ങളും ഒരുമിച്ച് കൂടിയ ആ സന്ദർഭത്തിൽ നിങ്ങൾക്ക് വലിയ ദൃഷ്ടാന്തമുണ്ട്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, അതിലെ ഒരു സംഘം യൗമൽ തഖൽ ജംആനി യൗമൽ ഫുർഖാൻ എന്ന് ഖുർആൻ വേറൊരു സ്ഥലത്ത് ഇതേ സംഭവത്തെ വിശേഷിപ്പിച്ചിട്ടുണ്ട്. രണ്ട് സംഘങ്ങൾ ഒരുമിച്ച് കൂടിയ ആ സത്യാസത്യ വിവേചനത്തിന്റെ ദിവസം. നിലനിൽക്കാൻ അർഹതയുള്ളത് നിലനിൽക്കുകയും നിലനിൽക്കാൻ അർഹതയില്ലാത്തത് നിലനിൽക്കാൻ അർഹതയില്ലാത്തതാണെന്ന് പ്രവൃത്തിപദത്തിൽ തെളിയിക്കുകയും അങ്ങനെ രംഗം വിടുകയും ചെയ്യും എന്നാണ് ഖുർആൻ മറ്റൊരു സ്ഥലത്ത് പ്രയോഗിച്ചത്. അതൊരു വളരെ ശക്തമായ പ്രയോഗമാണ്. അപ്പൊ ഇതൊക്കെ ഒരുപാട് സന്ദേശങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട്. അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖദ് കാനത ലക്കും ആയത്തുൻ ഫീ ഫിഅതൈൻ ഇൽതഖതാ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, അതിലെ ഒരു സംഘം അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ജിഹാദ് ചെയ്യുന്ന പോരാട്ടത്തിന് പുറപ്പെട്ടവരാണ്. ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, അല്ലാഹുവിന്റെ മാർഗ്ഗം. ഉദഉ ഇലാ സബീലി റബ്ബിക് ഹാദിഹി സബീലി അദ്ഉ ഇലല്ലാഹ് ومن احسن دينا ومن احسن قولا ممن دعا الى الله. ശുദ്ധ ഖുർആന്റെ ഈ പ്രയോഗങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. ഏറ്റവും നല്ല വാക്കുച്ചരിച്ചവൻ ആരാണ്? അല്ലാഹുവിനേക്ക് ക്ഷണിച്ചവനേക്കാൾ. ومن احسن قولا ممن دعا الى الله. ഒരു പ്രബോധകനായി എഴുന്നേറ്റ് നിന്നിട്ട് തന്റെ പ്രബോധിത സമൂഹത്തോട് സംസാരിക്കുന്നത് തന്റെ വ്യക്തിത്വത്തിലേക്കുള്ള വിളിയല്ല, തന്റെ കുടുംബത്തിലേക്കുള്ള വിളിയല്ല, തന്റെ തറവാടിലേക്കുള്ള വിളിയല്ല, തന്റെ സ്ഥാനമാനങ്ങളിലേക്കും അംഗീകാരങ്ങളിലേക്കും പദവികളിലേക്കുമുള്ള വിളിയല്ല. തന്റെ കുടുംബം, തന്റെ വർഗം, തന്റെ വംശം, ഇങ്ങനെ ആളുകൾ ഇന്ന് എന്തിന്റെ പേരിലൊക്കെ താൻ പോരിമ കൊള്ളുന്നുണ്ടോ അതിലേക്ക് ഒന്നിലേക്കുമുള്ള വിളിയല്ല. പിന്നെയോ വമൻ അഹ്സൻ ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, ഏറ്റവും നല്ല വാക്ക് പറഞ്ഞവനാണ് അള്ളാഹുവിലേക്ക് ക്ഷണിച്ചവനേക്കാൾ. ഇവൻ സംസാരിക്കുന്നു, പക്ഷേ സംസാരിക്കുന്നത് ഇവനാണെങ്കിലും ഇവൻ സംസാരിക്കുന്നത് അള്ളാഹുവിന് വേണ്ടിയാണ്. റസൂൽ പറയാണ്, അള്ളാഹുവിന്റെ റസൂൽ പറയാം, സൂറത്തുൽ യൂസുഫിന്റെ അവസാന ഭാഗത്ത് നിങ്ങൾക്ക് കാണാം, അദിഹി സബീലി അദൂ ഇലല്ലാഹ്, ഇതാണ് എന്റെ വഴി, ഞാൻ അള്ളാഹുവിലേക്കാണ് ക്ഷണിക്കുന്നത്. ഇത് വിശുദ്ധ ഖുർആനിന്റെ ആവർത്തിച്ചുള്ള പ്രയോഗമാണ്. ഫീ സബീലില്ലാ ഇലല്ലാഹ് എന്നൊക്കെ പറയുന്നത്. അപ്പോ ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ, ബദറിൽ ഒരുമിച്ച് കൂടിയ ഒരു സംഘം, ആ സംഘത്തിൽ എത്ര കുറച്ച് ആളുകളെ ഉള്ളുവെങ്കിലും ആ സംഘത്തിനെ നയിച്ചുകൊണ്ടിരിക്കുന്നത് ഒരേ വികാരമാണ്, ഒരേ പ്രചോദനമാണ്, ഒരേ ആവേശമാണ്, ഒരേ ശക്തിയാണ്. കാരണം അവരൊരു നാഥനിൽ വിശ്വസിക്കുന്നവരാണ്. ആ നാഥനാണ് പ്രപഞ്ചങ്ങളായ എല്ലാ പ്രപഞ്ചത്തിന്റെയും യഥാർത്ഥ ഉടമ എന്ന് മനസ്സിലാക്കിയവരാണ്. യഥാർത്ഥ ഉടമയായി ഉടമ അവനാണെങ്കിൽ അവൻ തന്നെയാണ് ഇതിന്റെ അധികാരി എന്ന് സമ്മതിച്ചവരാണ്. ഉടമ ഒരുത്തനാണെന്ന് അംഗീകരിക്കുകയും ആ ഉടമക്ക് എന്നിട്ട് ഉടമസ്ഥത വകവെച്ചു കൊടുക്കാതിരിക്കുകയും ചെയ്യുക എന്നത് മനുഷ്യർക്ക് ചേർന്നതല്ല. നമ്മളിപ്പോ വീടോ പറമ്പോ തൊടിയോ എന്തെങ്കിലും സാധനങ്ങളോ കാണുമ്പോ അതിന് ഇന്ന ആളാണ് അതിന്റെ ഉടമ എന്നറിഞ്ഞിട്ട് അയാളുടെ അനുവാദം കൂടാതെ നമ്മൾ അതിൽ കയറി എന്തെങ്കിലും പ്രയോജനപ്പെടുത്തുന്നത് ന്യായമാണോ? ഒരു വസ്തുവിന് ഒരു ഉടമയുണ്ടാവുകയും ആ ഉടമ ഇന്നയാളാണെന്ന് അറിയുകയും ചെയ്തിട്ട് ആ ഉടമയുടെ ഒരു നിർദ്ദേശവും മാനിക്കാതെ തന്നിഷ്ടമനുസരിച്ച് അത് ഉപയോഗപ്പെടുത്തുക എന്നത് മാന്യന്മാർക്ക് ചേർന്നതല്ല. ദൈനംദിന ജീവിതത്തിൽ ഈ തത്വം നമുക്ക് ബാധകമാണെങ്കിൽ ഈ പ്രപഞ്ചത്തിന്റെ കാര്യത്തിലും ഈ തത്വം ബാധകമാണ്. ഈ പ്രപഞ്ചത്തിന് ഒരു ഉടമയുണ്ട്, അത് ഇതിന്റെ സൃഷ്ടാവാണ്. അങ്ങനെ ഒരു ഉടമയുണ്ടായിരിക്കെ, ആ ഉടമയെ മനസ്സിലായിരിക്കെ, ആ ഉടമക്ക് ഈ വസ്തുവകകളെ പറ്റി ധാരാളം പറയാനുണ്ടെന്നിരിക്കെ, അങ്ങനെ അവൻ പറഞ്ഞിരിക്കെ അതെന്താണെന്നൊന്നും പരിഗണിക്കാതെ തന്നിഷ്ടം വഴിക്ക് പോയവരല്ല അവരാരും. അപ്പൊ അവരെ അള്ളാഹുവിനെ അംഗീകരിച്ചവരും അള്ളാഹുവിന്റെ വഴി സ്വന്തം വഴിയായി സ്വീകരിച്ചവരുമാണ്. അവർക്ക് അവരുടേതായ സ്വന്തമായിട്ടൊന്നുമില്ല, അവരെല്ലാം റബ്ബിന്റെ മാർഗത്തിൽ ത്യജിച്ചിരിക്കുകയാണ്. നമ്മൾ പറയുന്നത് പോലെ അവരും പറഞ്ഞതാണ്, എന്ത്? ഇന്ന സ്വലാത്തി വനുസുക്കി വമഹ്യായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ, നിശ്ചയമായും എന്റെ നമസ്കാരവും എന്റെ ബലിയും എന്റെ ജീവിതവും എന്റെ മരണവും എല്ലാം സർവ്വലോക രക്ഷിതാവായ അള്ളാഹുവിനാണ്. ഇങ്ങനെ മുഴുവൻ അള്ളാഹുവിനെ സമർപ്പിച്ചു. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങിപ്പുറപ്പെട്ടു. അള്ളാഹുവിന്റെ പ്രീതി എന്നതല്ലാത്ത വേറെ ഒരു പരിഗണനയും അവർക്കില്ല. അതാണ് ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാ. അവർ വാളെടുത്തിരിക്കുന്നത് അള്ളാഹുവിന്റെ വജ്ഹ് തേടിക്കൊണ്ട് മാത്രമാണ്.
അല്ലാതെ ആ ഗോത്രം നേരത്തെ തന്നെ നമ്മളോട് പകയിലുള്ളവരാണ്, ഇപ്പൊ മുഹമ്മദിന്റെ കൂടെ കൂടിയാൽ പക വീട്ടാൻ ഇതൊരു സുവർണാവസരമാണ് എന്ന് വിചാരിച്ചിട്ടല്ല. അല്ലാഹു പറയാണ്, ഈ സംഘമുണ്ടല്ലോ, ഈ ചെറു സംഘം ചെറുതാണെങ്കിലും ഈ സംഘത്തിന്റെ പ്രചോദനം വളരെ ശക്തമാണ്. ആ പ്രചോദനം ഒന്നാണ്. മാനസികമായി അത്രക്കും ഇഴയെടുപ്പം അവർക്കുണ്ട്. അവരുടെ ഇടയിൽ ആശയപരവും വീക്ഷണപരവുമായി ഒരു ഭിന്നതയും നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. അതാണ് വിശ്വാസി സമൂഹത്തിന്റെ അടിസ്ഥാന ലക്ഷണം. മറുവശത്തുള്ളതോ അപ്പുറത്തുള്ളത് നിഷേധിക്കൂട്ടമാണ്. വേറൊരു സ്ഥലത്ത് വിശുദ്ധ ഖുർആൻ തന്നെ പറയുന്നുണ്ട്, അവരെ കണ്ടാൽ ഒരു ഐക്യമുന്നണിയാണെന്ന് തോന്നുന്നു, ഒറ്റക്കെട്ടാണെന്ന് നിങ്ങൾക്ക് തോന്നും. അവരുടെ ഹൃദയങ്ങൾ, മനസ്സ് ഭിന്നവിരുദ്ധങ്ങളാണ്. അപ്പൊ ഇവർ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഒറ്റ ആശയത്തിലല്ല. അതുകൊണ്ട് തന്നെ എന്നല്ല, അവരെത്രയുണ്ട്? അല്ലാഹു പറഞ്ഞത് ഒറ്റ നോട്ടത്തിൽ ഇവരുടെ 2 ഇരട്ടി തോന്നും. യഥാർത്ഥത്തിൽ 3 ഇരട്ടി ഉണ്ട്. അതായത് എണ്ണൊന്നും നോക്കാതെ ഇങ്ങനെ ഒരൊറ്റ നോട്ടം നോക്കിയാൽ തന്നെ ബദറിലെ ഈ വിശ്വാസി സംഘത്തിന്റെ 2 ഇരട്ടിയുണ്ട് എന്ന് തോന്നും എന്നാണ് അല്ലാഹു പറയുന്നത്. എണ്ണം നോക്കിയാൽ ശരിക്ക് ഇവരുടെ 3 ഇരട്ടിയോളമുണ്ട്. എല്ലാ സംവിധാനങ്ങളുമുണ്ട്, ഇഷ്ടം പോലെ ആയുധങ്ങളുണ്ട്. ജാഹിലിയ കാലത്തിന്റെ നീണ്ട പാരമ്പര്യത്തിൽ വർഷങ്ങളായിട്ട് കൊന്നും ചത്തും ജീവിച്ചതിന്റെ പ്രാവീണ്യവും അതിന്റെ ആ മനക്കട്ടിയുമുണ്ട്. ആവേശം നൽകാൻ മദ്യവും ഇവരെ ആനന്ദിപ്പിക്കുവാൻ അതുപോലെ തന്നെ ചെറുപ്പക്കാരികളായ നർത്തകിമാരുമുണ്ട്. അതൊരു സംഘത്തെ ഒരു ടെന്റ് കെട്ടി കൂടിയതിനെ ഒരു നിമിഷം നിങ്ങൾ കണ്ണിൽ ഇങ്ങനെ ഒന്ന് കണ്ടു നോക്കൂ. ആട്ടും കൂട്ടും പാട്ടും കൂത്തും പാട്ടും തുള്ളലും കുടിക്കലും എല്ലാ ആഭാസവും നടക്കുന്ന ഒരു സംഘം. മറുവശത്ത് ഇപ്പുറത്ത് റഹ്മാനായ റബ്ബിന്റെ വജ്ഹ് കാംക്ഷിച്ച് അവനോട് പ്രാർത്ഥിച്ച് അവനിൽ പ്രതീക്ഷ അർപ്പിച്ച് അവന്റെ സഹായത്തിന് ഓരോ നിമിഷവും ദാഹിച്ച് അങ്ങനെ നിലകൊള്ളുന്ന ഒരു സംഘം. ഇവർ തമ്മിലാണ് അവിടെ യുദ്ധം നടക്കുന്നത്. ഈ ബദറിൽ അണിനിരന്ന പ്രവാചകന്റെ പക്ഷത്ത് അണിനിരന്ന ആളുകളിൽ ഒരു കുട്ടിക്കും ഏതോ ഒരു തലത്തിൽ ഏതോ ഒരു പരിഗണന അനുസരിച്ച് അപ്പുറത്തെ ചേരിയിലെ ആരോ നേതാവല്ല. എതിർചേരിയിൽ നിൽക്കുന്ന ആളുകൾ എല്ലാ അർത്ഥത്തിലും അവിടെ കുടുംബ ബന്ധമൊക്കെ പുനർനിർണയിക്കപ്പെട്ടിരിക്കുകയാണ് ഈ ആദർശ ബന്ധത്തിന്റെ അടിസ്ഥാനത്തിൽ. അങ്ങനെ ബാപ്പ ഇപ്പുറത്തും മകൻ അപ്പുറത്തുമുണ്ട്, മകൻ ഇപ്പുറത്തും ബാപ്പ അപ്പുറത്തുമുണ്ട്. രക്തബന്ധങ്ങളെല്ലാം പുനർനിർണയിക്കപ്പെട്ടിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി വല്ലദീന മഅഹു അശിദ്ദാഹു അലൽ കുഫാരി റഹമാഹു ബൈനഹും. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അദ്ദേഹത്തോടൊപ്പമുള്ളവനും അശിദ്ദാഹു അലൽ കുഫാർ, നിഷേധികളോർ അവർ കാർക്കശ്യത്തിന്റെ ശൈലി സ്വീകരിക്കുന്നവരാണ്. റഹമാഹു ബൈനഹും, അവർക്കിടയിൽ അവര് കാരുണ്യമുള്ളവരുമാണ്. ഇത് തികഞ്ഞ ആദർശപരമായ ഒരു വേർതിരിവാണ്. ജീവിത വിശുദ്ധി കൊണ്ട് സാധിച്ചതാണ്. ആ സംസ്കാരത്തിന്റെ, ആ വിശുദ്ധിയുടെ, ആ മഹിമയുടെ, ആ ധാർമ്മിക ശക്തിയുടെ വിജയമാണ് ബദറിലെ വിജയം. അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ കരുതിവെപ്പില്ലാതെ സമർപ്പിക്കാൻ ഏത് സന്ദർഭത്തിൽ എവിടെയൊക്കെ സമൂഹം, സത്യവിശ്വാസികളുടെ സംഘം സന്നദ്ധമായിട്ടുണ്ടോ അവിടെ ഒക്കെ ഈ ചരിത്രം ആവർത്തിച്ചിട്ടുണ്ട്. ഒരല്പനേരത്തേക്ക് അതിശയോക്തികളെല്ലാം വിട്ട് നിങ്ങൾ ഗസയിലേക്ക് നോക്കൂ. രണ്ടാം ലോക മഹായുദ്ധത്തിൽ വർഷിച്ച ബോംബുകളെക്കാളും കൂടുതൽ ഗസയിൽ കൊണ്ടുപോയി വർഷിച്ചിട്ടുണ്ട്. എന്തൊക്കെയാണ് അവിടെ നടന്നത് എന്നതിനെ സംബന്ധിച്ച് ഈ സദസ്സിലിരിക്കുന്ന ഓരോ കുട്ടിയും ബോധവാനാണ്. ആർക്കും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ദിനം ദിനെ അത് നമ്മുടെ കൺമുമ്പിലൂടെ അങ്ങനെ കണ്ടുപോയതാണ്. അവിടെ നടക്കുന്ന അതിക്രൂരവും ചരിത്രത്തിൽ തുല്യതയില്ലാത്തതുമായ നരമേധങ്ങൾ, അതിന്റെ വീഡിയോ, ആ ദൃശ്യം നേർക്കുനേരല്ല, അതിന്റെ വീഡിയോ കണ്ടിരിക്കാൻ തന്നെ കലുപ്പില്ലാത്തവരും മനക്കട്ടിയില്ലാത്തവരുമാണ് നമ്മളിൽ മിക്കവരും. അതിന് നേർക്കുനേരെ സാക്ഷിയാവുക, അതിൽ നിന്ന് രോഗികളെ, അതിന്റെ ദുരിതബാധിതരെ എടുത്ത് പരിരക്ഷിക്കുക, അവർക്ക് പരിചരണം നൽകുക, അവരെ ചികിത്സിക്കുക, അതൊക്കെ വേറൊരു കാര്യമാണ്. നമുക്ക് ഈ സീൻ, ഇതിന്റെ വീഡിയോ തന്നെ കണ്ടിരിക്കാൻ ശേഷിയില്ല. പക്ഷെ ഒരു തലമുറ ഇത് മുഴുവൻ അഭിമുഖീകരിച്ചു. അവരിലെ കുഞ്ഞു കുട്ടികൾ വരെ ഖുർആൻ ഓതിക്കൊണ്ട് ഈ പ്രതിസന്ധികളുടെ
ദീനിന്റെ അടിസ്ഥാനത്തിൽ ചിട്ടപ്പെടുത്തപ്പെട്ട ഒരു സംഘം. അല്ലാഹു യുഅയ്യിദു ബിനസ്രിഹി മൻ യശാ. അല്ലാഹു അവൻ ഉദ്ദേശിക്കുന്നവരെ അവന്റെ സഹായം കൊണ്ട് പ്രബലമാക്കും എന്ന് പറയുന്നത് വെറുതെയല്ല എന്ന് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ലോകത്തെ പ്രബലമായ മുഴുവൻ വൻശക്തികളുടെയും അത്യന്താധുനികമായ മുഴുവൻ ആയുധങ്ങളുടെയും പിൻബലത്തിൽ അവരെ നിരന്തരമായി ആക്രമിക്കപ്പെട്ടിട്ട് അവസാനം ബന്ദി കൈമാറ്റത്തിന്റെ സമയത്ത് അന്തസ്സോടെ ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ കുതിരപ്പുറത്ത് വരുന്നത് കാണുമ്പോൾ നോക്കി നിൽക്കുന്നവർ അന്താളിച്ചു പോകുന്നു. ഇവർ ഇതുവരെയും എവിടെയായിരുന്നു? അതുകൊണ്ട് തഖ്വ എന്ന് പറയുന്നത് ഒരു പഴയ കഥയല്ല. മുത്തഖി എന്ന് പറയുന്നത് ഒരു സാങ്കല്പിക സംഭവവുമല്ല. തഖ്വ എന്ന് പറയുന്നത് ഒരു നിലപാടും മുത്തഖി എന്ന് പറയുന്നത് ആ നിലപാട് എടുത്തണിഞ്ഞവനുമാണ്. ആ നിലപാടെടുത്തണിഞ്ഞ് സ്വന്തം ജീവിതത്തെ റബ്ബിന്റെ ഇഷ്ടമനുസരിച്ചാക്കി അവനെ യജമാനനും ഉടമസ്ഥനുമായി അംഗീകരിച്ച് അവന്റെ പ്രീതിയുടെ മാർഗത്തിൽ മുഴുവൻ സമർപ്പിക്കാൻ സന്നദ്ധമാണെങ്കിൽ അവൻ അല്ലാഹു ഏറ്റെടുക്കും. നമ്മൾ ഈ ശാഫിഈ ഫിഖ് അനുസരിച്ച് സുബഹി നിസ്കരിക്കുമ്പോൾ കുനൂത്ത് ഓതുന്ന ആളുകൾ ഉണ്ടാവും. ആ കുനൂത്തിലെ അല്ലാഹുമ്മ ഇഹ്ദിനാ ഫീമൻ ഹദൈത് എന്ന് തുടങ്ങുന്ന ആ കുനൂത്തിലെ വചനങ്ങൾ ഇങ്ങനെ ചൊല്ലി നോക്കിയാൽ ഇങ്ങനെ രണ്ട് വചനങ്ങൾ അതിൽ കാണാം. ഫഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഇസു മൻ അദൈത്. പടച്ചവനെ നീ ഒരാൾക്ക് ഇസ്സത്ത് നൽകാൻ തീരുമാനിച്ചാൽ അയാളെ നിന്ദ്യനാക്കാൻ, നീ ഒരാളെ വഷളാക്കാൻ തീരുമാനിച്ചാൽ അയാളുടെ അഭിമാനം കാക്കാൻ ഒരാൾക്കും സാധ്യമല്ല. അങ്ങനെ ലോകരാഷ്ട്രങ്ങളും വൻശക്തികളും ലോകത്തിന്റെ മുമ്പിൽ നാണം കെടുകയും അള്ളാഹു ആർക്ക് ഇസ്സത്ത് നൽകാൻ വിചാരിച്ചോ അവർ ജനഹൃദയങ്ങളിൽ സ്വീകാര്യതയുള്ളവരായി മാറുകയും ചെയ്തത് നിങ്ങൾ കണ്ടെങ്കിൽ ലഖദ് കാന ലക്കും ആയത്തുൻ ഫീ ഫിഅതൈനി ഇൽതഖത ഫിഅത്തുൻ തുഖാതിലു ഫീ സബീലില്ലാഹ് വഹുവ കാഫിറ യറൗനഹും മിസ്ലൈഹിം റഅയൽ ഐൻ. ബദറിനെ പറ്റി അള്ളാഹു പറയുന്നത് ഈ ഒരർത്ഥത്തിൽ അന്നത്തെ പശ്ചാത്തലത്തിൽ ഇന്ന് ഈ നടന്ന സംഭവത്തിന്റെ എത്രയോ ഇരട്ടിയുള്ള ഒരു സംഭവമായിട്ട് നമ്മൾ കാണണം. അതിൽ ജീവിതം സമർപ്പിച്ചവരെ വിളിച്ചു പ്രാർത്ഥിക്കാനല്ല, അള്ളാഹു അല്ലാത്തവരോട് വിളിച്ചു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന വഴികേടിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കാൻ ശ്രമിച്ചവരെ ആ അർത്ഥത്തിൽ തന്നെ കാണാൻ, എന്നിട്ട് അവരിൽ നിന്ന് സന്മാർഗം പിൻപറ്റാൻ, എന്നിട്ട് അവരുടെ വഴിയെ ജീവിതത്തെ മാറ്റിപ്പണിയാൻ വിശ്വാസികൾക്ക് ബദർ പ്രചോദനമാകുന്നുവെങ്കിൽ അതാണ് ബദറിന്റെ സന്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രിയ സഹോദരന്മാരെ, സഹോദരികളെ, റമളാൻ എന്ന് പറയുന്ന ഈ ഒരു മാസത്തിൽ നമ്മുടെ ജീവിതശീലങ്ങളെ, നമ്മളുടെ ഇഷ്ടാനിഷ്ടങ്ങളെ, നമ്മളുടെ ഇടപാടുകളെ, നമ്മളുടെ മനോഭാവത്തെ മുഴുവൻ ഓരോരുത്തരും അവലോകന വിധേയമാക്കിയിട്ട് അള്ളാഹുവിനെ തൃപ്തിപ്പെട്ട രീതിയിലേക്ക് മാറ്റാൻ. ഈ വർഷക്കാലത്ത് വേനൽക്കാലത്ത് അതിജീവനത്തിന് വേണ്ടിയിട്ട് വൃക്ഷങ്ങൾ ഇലപൊഴിക്കുന്നത് കണ്ടിട്ടില്ലേ? അതുപോലെ ഈ റമളാനിൽ നമ്മുടെ തിന്മകളാകുന്ന സകല ഇലകളും അങ്ങ് പൊഴിച്ചു കളഞ്ഞിട്ട് പുതുതായിട്ടൊന്ന് പുഷ്പിക്കാൻ, പുതുതായിട്ടൊന്ന് പൂത്തുലയാൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അതിനുവേണ്ടിയുള്ള ആത്മാർത്ഥമായ പ്രയത്നങ്ങളിൽ ഏർപ്പെടണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഇത് ശാരീരികമായ ഫലവും ഈ റമളാൻ, അതായത് ഹജ്ജിനെ പറ്റി പറയുന്നിടത്ത് പറയുന്നുണ്ട്. ഹജ്ജിന് യാത്ര പോകുന്നതോടൊപ്പം അള്ളാഹു നിങ്ങൾക്ക് ഏകിയിട്ടുള്ള അനുഗ്രഹങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് എന്ന് പറഞ്ഞാൽ ഹജ്ജിന്റെ യാത്രയോടൊപ്പം തന്നെ വല്ല ബിസിനസ്സോ അങ്ങനത്തെ എന്തെങ്കിലും ഹലാലായ വരുമാന മാർഗങ്ങൾ തേടുന്നത് തെറ്റല്ല. ഖുർആൻ പ്രത്യേകം എടുത്ത് പറഞ്ഞിരിക്കുകയാണ്. എന്തിനാ പറഞ്ഞതെന്ന് ചോദിച്ചാൽ അത് തെറ്റായി ഉപജീവന മാർഗം തേടുന്നത് തെറ്റാണ് എന്ന് നമ്മുടെ മുൻഗാമി പണ്ടത്തെ ആ പൗരാണിക കാലത്തെ ആളുകൾ കരുതിയിരുന്നു. ആ ധാരണ അള്ളാഹു തിരുത്തിയിരിക്കുകയാണ്. ഞാനിപ്പോ അത് ഓർമ്മിപ്പിച്ചത് എന്തിനാന്ന് ചോദിച്ചാൽ ഈ റമളാനിൽ നോമ്പെടുക്കുമ്പോ ഒരു ശുദ്ധ ഇബാദത്താണ്, ഒരു സംശയമില്ല. ഒരു ശുദ്ധ ഇബാദത്താണ്. ഒരു മനുഷ്യനെ അടിമുടി മാറ്റിപ്പണിയുന്ന ആത്മീയമായ ഒരു അസാധാരണ അവസരമാണ്. പക്ഷെ അതോടൊപ്പം തന്നെ ഇത് ശാരീരികമായ ഗുണവും ഇതിനുണ്ട്. അപ്പൊ നോമ്പുകാർ ഈ റോഡ് സൈഡിലൂടെ ഒക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കുമ്പോൾ ഈ ദുനിയാവിലുള്ള മുഴുവൻ പൊരിച്ച സാധനം കൂടി ഈ വേനൽ സമയത്ത് വൈകുന്നേരം തന്നെ കഴിച്ചു തീർക്കണം എന്ന മട്ടിൽ നമ്മുടെ സമുദായം മുന്നോട്ട് പോകുന്നത് കാണുമ്പോൾ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്, അത് വാങ്ങണോ വേണ്ടേ എന്നുള്ളതല്ല, നമ്മുടെ ഓരോരുത്തരുടെയും ആരോഗ്യം നമ്മൾ ശ്രദ്ധിക്കണം. ധാരാളമായിട്ട് വെള്ളം കുടിക്കണം. പ്രത്യേകിച്ച് ഈ ചൂട് കാലാവുമ്പോൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള രോഗങ്ങളും പല രൂപത്തിൽ പ്രകടമാകും. 2-3 നോമ്പ് പോയ ശേഷം മാത്രമേ നിങ്ങൾക്ക് പൂർവ്വസ്ഥിതിയിലേക്ക് തിരിച്ചു വരാൻ പറ്റി എന്ന് വരാൻ സാധ്യതയുള്ളൂ. അതുകൊണ്ട് ആവശ്യത്തിന് എന്ന് പറഞ്ഞാൽ 2 ലിറ്റർ വെള്ളം ഒരാൾ കുടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നോമ്പ് പറഞ്ഞിട്ട് രാവിലെ സുബഹിന്റെ മുമ്പ് അത്രയും വെള്ളം കുടിക്കണമെങ്കിൽ കുറച്ചധികം സമയം രാത്രി ഉണർന്നെടുക്കണം. ഖുർആൻ പാരായണം ചെയ്യുമ്പോഴും നമസ്കരിക്കുന്നതിന്റെ ഇടയിലും ഒക്കെ വെള്ളം കുടിക്കുന്ന ഒരു ശീലം വേണം. ശരീരത്തിന് ഉപകാരപ്പെടുന്ന ജലാംശമുള്ള ഭക്ഷണങ്ങൾ കഴിക്കണം. വലിയ ലോഡ് നമ്മുടെ ശരീരത്തിന് കൊടുത്തിട്ട് നമ്മളെ തന്നെ രോഗികളാക്കുന്ന ഭക്ഷണശീലത്തിൽ നിന്ന് ബോധപൂർവം റമളാനിൽ മാറി നിൽക്കണം.
അല്ലെങ്കിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ ഒരു 2 ഡയാലിസിസ് യൂണിറ്റിനുള്ള സംഖ്യ പലപ്പോഴായിട്ട് നമ്മൾ കൊടുത്തിരിക്കും. പിന്നെ 2 ഡയാലിസിസ് യൂണിറ്റും നമ്മൾ സ്പോൺസർ ചെയ്തിരിക്കും, ഒരു ഡയാലിസിസ് രോഗിയെയും നമ്മൾ സംഭാവന ചെയ്തിരിക്കും എന്നതായി